ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു സ്ഥലത്തിന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് കുളിച്ച് കളിച്ച് തിമിർത്ത് പോരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കൊണ്ടോട്ടിക്കടുത്ത് മേലങ്ങാടിയുള്ള റിക്സ് അറീന. റിക്സ് അറീനയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വരാം. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും ഇവിടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളാണ്. ഭയങ്കര കംഫർട്ടബിളാണ്. അതായത് പിന്നെ നന്നായിട്ട് കവറിങ് ഉള്ള സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഞാൻ ഒരു സ്ത്രീ ആയതുകൊണ്ട് ആ കംഫർട്ടബിളിനെ വല്ലാണ്ട് ആസ്വദിച്ച് പിന്നെ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഇതാണ്. ഇത് അതേപോലെ തന്നെ നമുക്ക് വല്ല ചെറിയ ചെറിയ പാർട്ടികൾ നമ്മൾ ബാച്ച് മേറ്റ്സ് ആയിട്ടാണെങ്കിലും കസിൻസ് ആണെങ്കിലും ഒക്കെ ഈ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. ചെറിയ കുട്ടികളെ നമുക്ക് ആഴം കുറഞ്ഞ ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് നീന്തം പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ ഇവരും നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. നീന്തൽ പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവർ ചെയ്ത് തരുന്നുണ്ട്. അതേപോലെ അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാനതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം. 2 വർഷമായിട്ട് വളരെ സജീവമായി പോകുന്നൊരു പൂളിലാണ് ഇപ്പം ഞാനിപ്പോൾ ഇറങ്ങി കുളിച്ചത്. അതിൻ്റെ നല്ലൊരു എക്സ്പീരിയൻസിൻ്റെ മാത്രമല്ല രാവിലെയുള്ള ആ ഒരു വെയിലും അടിച്ച സമയത്ത് അതിനൊരു ആംബിയൻസ് ഉണ്ട്. എന്തൊക്കെ ഫെസിലിറ്റീസ് അവിടെ ഉള്ളതെന്ന് പറഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം നല്ല സൗകര്യത്തിലുള്ള ഒരു പൂള് ഫാമിലിക്ക് കുട്ടികൾക്ക് പ്രത്യേകിച്ചും സേഫ്റ്റിയോടുകൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ കുട്ടികൾക്ക് പ്രത്യേക ഏരിയ ഉണ്ടല്ലോ. കുട്ടികൾക്ക് പ്രത്യേകമായ ഒരു ഏരിയ നമ്മൾ ഉണ്ട്. പിന്നെ അതുപോലെ നമ്മൾക്ക് പിന്നെ ഫാമിലിക്ക് ഉള്ള അത്യാവശ്യം നല്ല പ്രൈവസിയോട് കൂടിയുള്ള ഒരു അത്യാവശ്യം നല്ല നീന്തലുകാർക്ക് കുഴങ്ങാൻ മാത്രമുള്ള ദൂരമുണ്ട്. ലെങ്ത്, കാരണം ഞാൻ നല്ല നീന്തലുകാരനായിരുന്നു, പക്ഷേ ഞാൻ പകുതി എത്തിയപ്പം കുഴങ്ങിപ്പോയി. അത്യാവശ്യം ലെങ്ത് ഉണ്ട്. അതുപോലെ നമ്മൾക്ക് പിന്നെ പിന്നെ ഈ പാർട്ടി പിന്നെ ഫാമിലി പ്രൈവസിയോട് കൂടിയുള്ള ഓക്കെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഫാമിലി പാർട്ടി നടത്താൻ പറ്റും. ഏരിയ ഡൈനിങ് ഏരിയ ഒക്കെ ഉണ്ട്. പിന്നെ ബാച്ചിലേഴ്സിന് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ അതിനുള്ളൊരു സൗകര്യം പ്രൈവസി ബുക്കിങ്ങിനനുസരിച്ചിട്ട് നമ്മൾ പ്രൈവസി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലേഡീസ് മാത്രമായിട്ടൊക്കെ വന്ന് എടുക്കുന്നുണ്ട്. ലേഡീസ് മാത്രമായിട്ട് എടുക്കുന്നുണ്ട്. അവർക്ക് മാത്രമായിട്ട് നമ്മളുടെ റേറ്റ് അനുസരിച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഫുൾ ക്ലോസ്ഡ് ആയതുകൊണ്ട് ഇവിടെയും ലോക്കാക്കി നമുക്ക് സ്വന്തമായിട്ട് വിട്ടു തരും. അതാണ് നമ്മളുടെ ഒരു മെയിൻ ഫോക്കസ്. നമ്മുടെ അങ്ങനെ വല്ല പരിപാടി ഉണ്ട്. ഇതാണ് വേറെ എല്ലാ സംഗതി വരങ്ങ് ഏറ്റെടുക്കും. പിന്നെ ഓല ട്രിപ്പ്, ഓല കുളി, അതിന് സൗകര്യം നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഹൈറ്റ് ഉള്ള വാളാണ്. അതാണ് ഏരിയയില്. അപ്പൊ അതുപോലെ പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ വിവാഹവുമായി ബന്ധപ്പെട്ട സംഗതികൾക്കൊക്കെ ചെറിയ പരിപാടികൾ അതിനുള്ള ഒരു സൗകര്യം, അതായത് ഈ പിന്നെ പ്രീ വെഡിങ് അത്തരം ഷൂട്ടുകൾക്കൊക്കെ ഉള്ള ഒരു ഫോട്ടോഷൂട്ടിന് പറ്റിയ ഏരിയ, വിവിധ പുഷ്പങ്ങൾ, പച്ചപ്പ് എല്ലാം ഉണ്ട് അല്ലേ? അത്തരം സംഗതികൾ നമ്മൾ പിന്നെ ബുക്കിംഗ് ആണ് ഇതിന്റെ ഒക്കെ സംഗതി. നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത് മുൻകൂട്ടി ബുക്ക് ചെയ്താൽ കോൺടാക്ട് ചെയ്താൽ അതിനുള്ള ഒരു സൗകര്യം നമ്മൾ. പിന്നെ ബ്രൈഡ് ടു ബി പോലുള്ള പരിപാടികള് കുട്ടികൾക്ക് ഇനിയിപ്പോ എന്താ പറയാ ബാച്ച്മേറ്റ്സിനൊക്കെ വന്നിട്ടൊക്കെ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മൾ റീസെന്റ് ഇപ്പോൾ അവസാനം നടന്ന ഒരു പ്രോഗ്രാം അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം. ഞാൻ വേറെ ചോദിക്കട്ടെ, പിന്നെ നമ്മളിപ്പോൾ എൻ്റെ ഫാമിലിയിലെ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് എൻ്റെ മക്കൾക്ക് ഇപ്പം നീന്തൽ അറിയില്ല. ഞാൻ എൻ്റെ ഫാമിലിയിൽ വേറെ ഒരു 5-8 ആളുകളെയും കൊണ്ടുവന്നിട്ട് നിങ്ങളൊരു ട്രെയിനറെ ഏൽപ്പിച്ചു തരും. നമ്മൾ അങ്ങനെ അത്തരം ട്രെയിനറെ നമ്മളിപ്പം റീസെന്റ് കോൺടാക്ട് ചെയ്ത ചില ആളുകൾക്ക് നമ്മളത് ചെയ്തു കൊടുത്തു. മുൻകൂട്ടി ബുക്കിംഗ് ഉണ്ടെങ്കിൽ നമ്മളത്. അപ്പോൾ നമ്മളെ കുട്ടികളെ കൊണ്ട് വന്നാൽ നമുക്ക് ട്രെയിനിങ് കിട്ടും. വലിയ ആശ്വാസമാണ് അത്. കാരണം അതുപോലെ കൂട്ടിയിട്ട് പുഴയിലൊക്കെ പോകാൻ വലിയ പാടാണല്ലോ. അതേതായാലും നല്ല സൗകര്യമാണ്. ഓക്കെ, വേറെന്താ? ഇതിപ്പം പൂള് നിങ്ങൾക്ക് അവിടെ പുറത്ത് ടർഫൊക്കെ ഉണ്ടല്ലോ. ഇതിന്റെ പുറത്ത് ഉള്ളത് 5സിനും 7സിനും സെപ്പറേറ്റ് ആയിട്ട് വലിയ അത്യാവശ്യം സൗകര്യം. 5സിനും 7സിനും അത്യാവശ്യം നല്ല പിന്നെ ഇതോടുകൂടി ആംബിയൻസോട് കൂടി സൗകര്യത്തോടു കൂടി. ഞാൻ രാവിലെ വന്ന സമയത്ത് നല്ല കളി ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ കൊണ്ടോട്ടിയാണല്ലോ. കൊണ്ടോട്ടിയാണ് സമയത്ത് ഫുട്ബോളുകാർ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ കളി കുളി അതോടുകൂടി തന്നെ നമ്മൾ പിന്നെ ഇതിന് കുറച്ചും കൂടെ പിന്നെ ഇതിന് പറ്റുന്ന അക്കാഡമിയോ ആരെങ്കിലും നമ്മളെ ബന്ധപ്പെടാൻ അതിനുള്ള നമ്മൾ പിന്നെ അക്കാഡമി നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അതുമായി ബന്ധപ്പെട്ട സംഗതികൾ ഇന്റർനാഷണൽ അക്കാഡമിക്കൊക്കെ പറ്റിയ സൗകര്യം കാണുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട്. ഒരു സ്പോർട്സിന്റെ ഒരു ഹബ്ബായി മാറുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുള്ളത്. എയർപോർട്ടിന്റെ അടുത്ത നൈറ്റ് വരുന്നതുകൊണ്ട് ആളുകൾക്ക് എത്തിപ്പെടാനും ഇപ്പൊ കൊണ്ടോട്ടിയിൽ നിന്ന് അത്രയും എളുപ്പത്തിൽ. ഇനിയിപ്പോ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് വന്നിട്ട് ഒന്ന് കളിച്ച് കുളിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് പോകാം അല്ലേ? അങ്ങനെ വേണമെങ്കിൽ അതും പറ്റും. അത് നല്ലൊരു പാക്കേജാണ്. കാരണം വെച്ചാൽ എയർപോർട്ട് വരുന്ന സമയത്ത് നമ്മൾ അവിടെ ഉറക്കൊഴിഞ്ഞൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് വീട്ടിൽ പോകണമെന്ന് വിചാരിക്കുന്നവർക്ക്
ഇതും കൂടെ പ്ലാൻ ചെയ്യാം. പണ്ടിങ്ങനെ എയർപോർട്ടിലേക്ക് ഒന്നായിട്ട് പോകുന്നത് പോലെ എയർപോർട്ടിന് ശരിക്കും 1.5 കിലോമീറ്റർ ഉള്ളൂ. ഒരു 2 കിലോമീറ്ററിന്റെ ഉള്ളിൽ നോക്കിയാൽ കാണും. അതെ, പക്ഷേ കുറച്ച് വളഞ്ഞു പോകണമെന്നേ ഉള്ളൂ. ഓക്കെ. ഈ പ്രദേശത്തിന് പറയുന്ന പേരെന്താ? മേലങ്ങാടി. അപ്പോൾ പിന്നെ അവിടെ വലിയ ഇപ്പം എനിക്കൊണ്ട് ഈ പ്രദേശത്ത് ഇത്ര സൗകര്യമുള്ള സാധനം ഇതിന് എത്ര ഇതുണ്ട്, ലെങ്ത് ഉണ്ട്? ഇത് ഏതാണ്ട് ഒരു സെമി ഒളിമ്പിക് ലെങ്ത് കാണുന്നുണ്ട്. അതെ അതെ, നല്ല ലെങ്ത് കാണുന്നുണ്ട്. അപ്പോൾ മറ്റു സ്കൂളിലെ മത്സരങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ നടത്താറുണ്ടോ? പിന്നെ സബ് ജില്ലേൻ്റെ പിന്നെ മത്സരങ്ങൾ ഇതുവരെ കുറേ ഇവിടെയാണ് നടന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു സ്കൂളിലെ കുട്ടികളെ മൊത്തം കൊണ്ടുവന്നാൽ കുറച്ച് പേര് കളിക്കുന്നു അല്ലേ? സെവൻസ് കളിക്കുന്നു, വൈസ് കളിക്കുന്നു, കുറച്ച് പേര് പെൺകുട്ടികൾക്ക് ആ സമയത്ത് വേണമെങ്കിൽ ഇവിടെ അങ്ങനെ ഉപയോഗപ്പെടുത്താവുന്ന നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആവും. സ്കൂളുകൾക്കൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്ത് പല സ്കൂളുകൾ നമ്മൾ ബന്ധപ്പെട്ടു. കുട്ടികൾക്ക് നിർബന്ധമാണ്, അവർക്ക് ഈ സൗകര്യം തീരെ കിട്ടുന്നില്ല. ഗ്രൗണ്ട് പോലും ഇല്ലാത്ത സ്കൂളുകളാണല്ലോ ഇപ്പം പലതും ഉള്ളത്. അവർക്ക് സൗകര്യമുണ്ട്. ഏതാ നമുക്കൊരു കാര്യം, ബാക്കി ഫെസിലിറ്റീസ് ഒക്കെ കാണാം അല്ലേ? ടർഫും ഒന്ന് കാണണം അല്ലേ? അപ്പം നിങ്ങൾക്ക് റിക്സ് അറീനയെ പറ്റി ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ എല്ലാവരും തന്നെ റിക്സ് അറീനയിലേക്കൊന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് അവരെ സൗകര്യം, അവർ നമുക്ക് ചെയ്തു തരുന്ന സൗകര്യത്തെ യൂസ്ഫുൾ ആക്കുക. പ്രത്യേകിച്ച് ഫ്രണ്ട്സ്, ബാച്ച്മേറ്റ്സ് ഒക്കെ പോകാൻ പറ്റും. ലേഡീസ് നല്ല കംഫർട്ടബിളാണ് കേട്ടോ. മണിക്കൂറിന് ഉള്ള പേയ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് നന്നായി എൻജോയ് ചെയ്ത് തിരിച്ചു പോരാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയിലേക്ക് കാണാം. അപ്പം അവരുടെ കോൺടാക്റ്റ് നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തുതരാം കേട്ടോ. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.